ഞാൻ ബീച്ചിൽ പോയപ്പോൾ കണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരണ്ടേ? അവിടെ കുറച്ച് പേര് എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചത് ഇതാണ്. ഇതെന്താണെന്നറിയോ? ചിലർക്കറിയായിരിക്കും, ചിലർക്കറിയില്ലായിരിക്കും. അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കല്ലുമ്മക്കായ. ഇതിന് ചുറ്റും കുറച്ചധികം ആൾക്കാർ നിന്ന് ഇത് നന്നാക്കുന്നുണ്ട്. നന്നാക്കുക മീൻസ് ഇതിങ്ങനെ കടലിലെ ഒരു കല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്നത് മൊത്തമായിട്ട് അവർ ചെത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കൂട്ടം കൂടിയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കല്ലുമ്മക്കായ കാണാൻ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു. നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ കുഞ്ഞൻ അതിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട് അതൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഈ കല്ലിൻ്റെയൊക്കെ മീതേക്കടെ കുറച്ചങ്ങ് കയറി ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട്. എന്ത് രസം അത് കാണാൻ വേണ്ടി. ഇവിടെ കുറച്ചൊന്നുമല്ല, കുറേ കല്ലുമ്മക്കായകളുണ്ട്. ഇത് നിൽക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ട്. കുറേ ആളുകൾ കത്തിയൊക്കെ ആയിട്ട് വന്നത് ചെത്തിയെടുത്ത് കലത്തിലും ബക്കറ്റിലൊക്കെ നിറച്ചു കൊണ്ടുപോകുന്നുണ്ട്. കണ്ട ഈ കാണുന്നത് മൊത്തം കല്ലുമ്മക്കായാണ്. ഞാൻ ഇത്ര നാൾ ബീച്ചിൽ വന്നിട്ട് ആദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇത് തപ്പിപ്പോയപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞണ്ടുണ്ട്. ഇനി ഞണ്ടിൻ്റെ കടി കൊള്ളണ്ടാന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതാ നമ്മുടെ കുഞ്ഞനതിരുന്ന് പറിക്കണം. അത് കണ്ടപ്പോൾ എനിക്കും കൊതിയായി ഇത് പറിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സിമ്പിളായിരിക്കും, പറിച്ചെടുക്കുമ്പോഴത്തേക്കും പോരുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലടത്. വെറുതെ എല്ലാ ചേട്ടന്മാരും ഇത് കത്തിക്കിളക്കുന്നത്. ഇതാ പാറയിൽ നല്ല പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം ബലമൊക്കെ എടുത്ത് തന്നെ ഇത് പറിക്കാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറിക്കാൻ നോക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഈ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഞാൻ സത്യത്തിൽ ഇത് ആദ്യമായിട്ടാണ് കണ്ടത്. വിചാരിച്ചത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികമൊന്നും പറിക്കാൻ നിന്നില്ല. വളരെ കുറച്ച് മാത്രമേ പറിച്ചെടുത്തോളൂ. ഞാൻ നേരത്തെ കാണിച്ച കുറച്ച് ചേട്ടന്മാർ അവിടെ ഇരുന്നത് നന്നാക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ കുറച്ച് ആളുകൾ വീട്ടിലേക്ക് വേണ്ടി പറക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ഞാൻ ദേ ഇത്രയും പറക്കിയെടുത്തോളൂ. എന്നിട്ട് ആ ചേട്ടന്മാർക്കത് കൊടുത്തു. പിന്നെന്താ ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് സാന്ദ്ര വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കടലിലിറങ്ങി കുറേ കല്ലുമ്മക്കായ പറക്കിയെന്നല്ല പറിച്ചെടുത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ വായിലും മൂക്കിലൊക്കെ ഉപ്പുവെള്ളം പോയി. എങ്കിലും ഞങ്ങൾ കുറേ പറക്കിയത് കുറേയൊക്കെ അവിടെ ചേട്ടന്മാർക്ക് കൊടുത്തു. കുറച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതായത് ഞാൻ അവിടെ വെച്ച് പൊട്ടിച്ച് നോക്കിയായിരുന്നേ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊട്ടിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇത് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇത് രണ്ടായിട്ട് പിളർന്നു പോരും. ഇതിങ്ങനെ പൊട്ടിച്ചപ്പോൾ ഈ ഷെല്ല് കാണാൻ നല്ല രസമില്ലേ? ഒരു ഹാർട്ട് ഷേപ്പിലൊക്കെ കൊള്ളാമല്ലേ? ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറച്ച് നേരം ഇത് തിരിച്ചു മറിച്ചൊക്കെ നോക്കിക്കൊണ്ടുവന്നേ. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുള്ളൂ. അത് വീണ്ടും ക്ലീൻ ചെയ്താൽ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. കുഞ്ഞൻ്റെ ഒച്ചയിട്ട് നോക്കിയപ്പോഴാണ് ഇത് കുത്തിയതാണോ കടിച്ചതാണോ എന്താണെന്ന് എനിക്കറിയില്ല. കുഞ്ഞൻ കിടന്ന് കാറുന്നുണ്ടായിരുന്നു. ഇത് ജീവനുള്ളതാ. ഇവിടെ ഇങ്ങനെയും വേറെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഈ കല്ലുമ്മക്കായ പറക്കണ തിരക്കിൽ സൂര്യൻ അസ്തമിക്കണ കാണാൻ ഞാൻ മറന്നുപോയി. സത്യത്തിൽ അതെനിക്ക് മിസ് ചെയ്തേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ മൂണിനെ കണ്ടു. അപ്പം ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഓക്കെ, ബൈ.